ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ ഒരു ആക്ടിവിറ്റിയുമായിട്ടാണ്. 5ാമത്തെ യൂണിറ്റിന്, അതായത് എ ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന പാഠഭാഗത്തെ ഒരു ആക്ടിവിറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. പേഴ്സൺ ഹു ഹാഡ് എ ഹംബിൾ ബിഗിനിങ്. അങ്ങനെ പറഞ്ഞാൽ ആദ്യം പാവങ്ങളായി തുടങ്ങി, ദാരിദ്ര്യത്തിൽ നിന്നും, അതായത് കഷ്ടപ്പാടിൽ നിന്നൊക്കെ തുടങ്ങി വലിയ ഫേമസ് ആയ ആൾക്കാരായി മാറിയ കുറച്ച് ആൾക്കാരെ കുറിച്ച് ഇവിടെ ആദ്യമേ കൊടുത്തിട്ടുണ്ട് 3 അതുകൂടാണ്ട് 3 നമ്മളോട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് എഴുതുന്നതെന്ന് നോക്കിയാലോ, ആരൊക്കെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഫസ്റ്റ് വൺ പറയാൻ പോകുന്നത് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം ഏതൊക്കെ സാഹചര്യത്തിലാണ് അദ്ദേഹം വലുതായി വന്നത് എന്നാണ് പറയുന്നത്. ബോൺ ഇൻ എ ദളിത് ഫാമിലി, ഒരു ദളിത കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. ഹി ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോഷ്യൽ ഇൻഇക്വാലിറ്റി ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നു. ഇൻഇക്വാലിറ്റീസ് അല്ലെ, അസമത്വം നേരിടേണ്ടി വന്നിരുന്നു. ഇനി അദ്ദേഹം ഇന്നാരാണ്, ഇന്ന് ഏത് നിലയിലെത്തി, അതായത് ടെക്സ്റ്റ് ബുക്കിൽ 2ാമത്തെ കോളത്തിൽ എഴുതേണ്ടതാണ് ഇനി വായിക്കാൻ പോകുന്നത്, നീലയിലുള്ളത്. ഓക്കെ. സോഷ്യൽ റിഫോർമർ ആൻഡ് ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. സോഷ്യൽ റിഫോർമർ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പരിഷ്കർത്താവും, പിന്നെ അതുകൂടാതെ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയും, കൂടാതെ എന്താണ് പറയുന്നത്, ആർക്കിടെക്റ്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും കൂടി അദ്ദേഹം അറിയപ്പെട്ടു. ഓക്കെ. ഇനി അടുത്തത് നോക്കിയാലോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മേരി കോം. മേരി കോം എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. മേരി കോം ഫേസ്ഡ് മെനി ചാലഞ്ചസ് ഇൻ ഹെർ ലൈഫ്. ധാരാളം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻക്ലൂഡിങ് പോവേർട്ടി, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ജെൻഡർ ബയാസ്. പോവേർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ കുറഞ്ഞ വിദ്യാഭ്യാസമായിരുന്നു. അതുകൂടാതെ ജെൻഡർ ബയാസ് എന്ന് പറഞ്ഞത് പെണ്ണായി ജനിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും വേദനകളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത കോളത്തിൽ എഴുതേണ്ടത്, അതായത് ഇന്ന് ഏത് നിലയിലെത്തി എന്നതാണ് നമ്മൾ അടുത്ത പച്ച കളറിൽ കൊടുത്തിട്ടുള്ളത്. അത് നോക്കിയാലോ. ഷീ ബിക്കെയിം എ വേൾഡ് ചാമ്പ്യൻ ബോക്സർ ആൻഡ് ഒളിമ്പിക് മെഡലിസ്റ്റ്. ലോക ഫേമസ് ആയ ബോക്സർ ചാമ്പ്യനുമാണ്, പിന്നെ ഒളിമ്പിക്കിൽ മെഡലും കൂടി നേടിയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് 3ാമത്തെ പേഴ്സൻ്റെ കാര്യം നോക്കാം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ധീരുഭായ് അംബാനി. ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ബൈ വർക്കിംഗ് ആസ് എ ലാബറർ, എ ഗ്യാസ് സ്റ്റേഷൻ അറ്റൻഡൻറ്റ് ഇൻ യമൻ. അദ്ദേഹം അംബാനി ഗ്രൂപ്പിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അംബാനി ഫസ്റ്റ് ഏത് ജോലിയാണ് ചെയ്തത്? ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. പിന്നെ ഗ്യാസ് സ്റ്റേഷനിലും കൂടി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം ഇന്ന് ആരാണെന്നാണ് പറയാൻ പോകുന്നത്. അത് അടുത്ത കോളത്തിൽ എഴുതേണ്ടതാണ്, നീല കളറിൽ കൊടുത്തിട്ടുള്ളത്. നോക്കിയാലോ. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് റിലയൻസ് കമ്പനി. റിലയൻസ് കമ്പനിയുടെ ഫൗണ്ടറാണ്. അതുകൂടാതെ വൺ ഓഫ് ദ റിച്ച് പേഴ്സൺ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളും കൂടിയാണ് അംബാനി. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ആ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതും കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ. താങ്ക്